ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ എവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഇസ്ലാം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കി തന്നതുപോലെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത കാര്യമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആണ് ഈ ഉത്ബോധനത്തെ ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും. വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായ ഹദീസും റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സംരക്ഷണം റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി നമുക്ക് പഠിപ്പിക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള വിഷയം, കാലങ്ങൾ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇസ്ലാം അല്ലാത്തത് ഇസ്ലാമായി സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ, ഇസ്ലാം ആയത് സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമാകുമ്പോൾ അവിടെ ഉള്ളതിനെ നിലനിർത്താൻ ഇസ്ലാഹ് നടത്താൻ, ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ നന്നാക്കി തീർക്കുക, കേടുവന്ന ഒന്നിനെ നന്നാക്കുക എന്നതാണ്. പുതിയതായി ഇവിടെ ഇസ്ലാം ഉണ്ടാക്കേണ്ടതില്ല, അതിവിടെയുണ്ട്. അതിൽ നിന്നും ഒന്നും പുറത്തേക്ക് എടുക്കാതിരിക്കുകയും ഒന്നും അതിലേക്ക് കൂട്ടിച്ചേർക്കാതിരിക്കുകയും ചെയ്യുകയും ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തം മാത്രമേ സത്യവിശ്വാസികളായ നമ്മുടെ മേൽ ബാധ്യതയുള്ളൂ. അതോടൊപ്പം ഇതറിയാത്ത, മനസ്സിലാകാത്ത ആളുകൾക്ക് ഈ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ദഅവത്തിന്റെ ഉത്തരവാദിത്തവും റബ്ബ് സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ നമ്മോട് ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട സൂറത്ത് കഹ്ഫിന്റെ 110-ാമത്തെ ആയത്ത്, അതിലേറ്റവും അവസാനത്തെ ആയത്ത്, ഖുൽ, മുഹമ്മദ് നബിയെ പ്രഖ്യാപിക്കുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്, എന്നിലേക്ക് നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹാണ് എന്ന് വഹയി നൽകപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകതയുണ്ടോ? ഉണ്ട്. ആ പ്രത്യേകത എന്താണ്? യൂഹാ ഇലയ്യ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വഹയുണ്ട്, എന്നിലേക്കും നിങ്ങളിലേക്കും വഹയില്ല. വഹയുണ്ടാകണമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനായി തെരഞ്ഞെടുക്കണം. പ്രവാചകനായി തെരഞ്ഞെടുക്കുന്നതോടുകൂടി മഅസൂം, പാപ സുരക്ഷിതൻ, മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥയിലേക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നു. മാത്രമല്ല, മറ്റാർക്കുമില്ലാത്ത പ്രത്യേകത, പരലോകത്ത് നന്മയും തിന്മയും വേർതിരിച്ച് വിചാരണക്കെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയാണ്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. അവിടുന്ന് പ്രവാചകനാണെന്ന് ബോധ്യപ്പെടുത്താൻ ധാരാളക്കണക്കിന് മുഅ്ജിസത്തുകൾ, സൃഷ്ടികൾക്ക് അസാധ്യമായ കാര്യം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തി. ആ മുഅ്ജിസത്തുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകതയുണ്ടെന്ന് ഖുർആനും ഹദീസും ഒട്ടേറെ സ്ഥലങ്ങളിൽ പഠിപ്പിക്കുമ്പോഴും ഖുർആൻ പറയുന്നു, നബിയെ പ്രഖ്യാപിക്കുക, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേതെങ്കിലും ഒരു സൃഷ്ടിയല്ല. എന്നെയും നിങ്ങളെയും പോലെ അബ്ദുല്ലാക്കും ആമിനാക്കും ജനിച്ച് ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ട് വീണ് ഹലീമ എന്ന് പറയുന്ന സഹോദരി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടി അങ്ങനെ വളർത്തി വലുതാക്കിയ ഒരു മകൻ പിന്നീട് ഉപ്പ, ഭർത്താവ് പോലെയുള്ള സ്ഥാനങ്ങളിലെത്തി. അവിടുന്ന് 63 വയസ്സായപ്പോൾ
ഞാനും നിങ്ങളും ഇവിടുന്ന് മരിക്കുന്നത് പോലെ ഈ ലോകത്ത് അവിടുന്ന് വഫാത്താവുകയും ചെയ്തു. അപ്പോൾ പ്രകൃതിയായുള്ള കാര്യങ്ങളിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയത് കൊണ്ടല്ലേ ഉറക്ക മര്യാദകൾ നമുക്ക് പഠിക്കാൻ പറ്റിയത്? റസൂലുള്ള ഉണർന്നത് കൊണ്ടല്ലേ ഉണർച്ചയിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതം നയിച്ചത് കൊണ്ടല്ലേ കുടുംബജീവിതത്തിലെ ഇസ്ലാം നമുക്ക് കിട്ടിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഉമ്മയുണ്ടായത് കൊണ്ടല്ലേ ഉമ്മയോടുള്ള ബാധ്യതകൾ നമുക്ക് മനസ്സിലായത്? ഇങ്ങനെ പ്രകൃത്യാ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയാൻ പറ്റി ആരെങ്കിലും ലോകത്തുണ്ടെങ്കിൽ അത് പ്രവാചകന്മാര് മാത്രമാണ്. ബാക്കി എല്ലാവരിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. ഞാനൊരു മനുഷ്യനാണ് എന്ന് നീ ജനങ്ങളോട് പ്രഖ്യാപിക്കണം. അവിടെ നിർത്തിയില്ല, മറിച്ച് ലോകത്തുള്ള എല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രത്യേകത നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. അത് യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. അള്ളാഹുവിന്റെ റസൂലിലേക്ക് വഹി വന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന പരിശുദ്ധമായ മലക്ക് റസൂലുള്ളയുടെ അടുത്ത് വന്നിട്ട് ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞ സ്വർഗത്തിന്റെ താക്കോൽ, നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹാണ് എന്ന വഹയുണ്ട്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവര് സ്വാലിഹായ സൽപ്രവർത്തനങ്ങൾ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, റബ്ബിനുള്ള ഇബാദത്തിൽ അവർ പങ്കു ചേർക്കാനേ പാടില്ല. ഈ വഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നിട്ടുണ്ട്. എത്ര വ്യക്തമായിട്ടാണ് സൂറത്തുൽ കഹ്ഫ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞുപോയ തൊട്ടു മുമ്പുണ്ടായിരുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടു മുമ്പുള്ള ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരെ പ്രത്യേകമാക്കി വിശുദ്ധ ഇസ്ലാം. അതിൽ ഒന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തൊട്ടു മുമ്പുള്ളത് മഹാനായ ഈസ അലൈഹിസ്സലാമാണ്. ആ ഈസ അലൈഹിസ്സലാം എന്ന മഹാനായ പ്രവാചകനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, ആ പ്രവാചകനെ ദൈവപുത്രനായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അത് തിരുത്താൻ കൂടിയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത്. കാരണം അവർ ആ പ്രവാചകനെ ആരാധ്യൻ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തി എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതെ, അവിടുത്തെ സ്നേഹിക്കാതെ, അവിടുത്തെ ബഹുമാനിക്കാതെ നമ്മുടെ ഈമാൻ പൂർത്തിയാകുന്ന പ്രശ്നമില്ല. കാരണം റസൂലുള്ള ഇല്ലെങ്കിൽ ഇസ്ലാമിന് പ്രായോഗിക രൂപമില്ല. ഇസ്ലാമിന്റെ പ്രായോഗികത നമുക്ക് എടുക്കാൻ കിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും ജീവിച്ചിരിക്കുന്ന മലയാളത്തിലെ ഉയർന്ന സാഹിത്യകാരൻ, അദ്ദേഹം വിശുദ്ധ ഖുർആനും വായിച്ചു, തിരു ഹദീസും വായിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹദീസിനെ നിഷേധിച്ച കഴിഞ്ഞുപോയ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനൊക്കെ എന്തു പറ്റി? ഈ ഹദീസുകളെ നിഷേധിച്ചാൽ, ഈ സുന്നത്തുകളെ അവമതിച്ചാൽ, ഞാൻ വിശുദ്ധ ഖുർആനും വായിച്ചു, പ്രവാചക ചര്യയും വായിച്ചു, ഇസ്ലാമിന്റെ പ്രായോഗിക രൂപം എനിക്ക് മനസ്സിലായത് ഹദീസ് വായിച്ചപ്പോഴാണ്. ഖുർആനിൽ ഒട്ടേറെ അത്ഭുതകരമായ തത്വങ്ങളും ആശയങ്ങളും ഉപദേശങ്ങളും എനിക്ക് കിട്ടി. എന്നാൽ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളുടെ പ്രാവർത്തിക രൂപം എനിക്ക് ഹദീസിൽ നിന്നാണ് കിട്ടിയത് എന്ന്. അപ്പോൾ മുസ്ലിം അല്ലാത്തവർ പോലും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹദീസിന്റെ പ്രാധാന്യം, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പകർത്തേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. എന്നാൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നിടത്ത് സമൂഹത്തിൽ പുതിയ സമ്പ്രദായങ്ങൾ, പുതിയ രീതികൾ കടന്നു വന്നു. ആ പുതിയ രീതികളുടെ ചരിത്രം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അല്പഭാഗം മനസ്സിലാക്കുകയുണ്ടായി. അതിൽ രണ്ടാമത്തെ ഭാഗം, അതിലുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അതിന് നേർവിപരീതമായി മുസ്ലിം സമൂഹം മാറിപ്പോകുന്നു എന്നതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചത് റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅലിൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ അവിടുന്ന് പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആനിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതിത്തരുന്നു. റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅലിൻ. റബ്ബേ, തീർച്ചയായും ഞങ്ങൾ മറച്ചു വെക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം നീ അറിയും. അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇല്ലാത്ത പ്രത്യേകത, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന സൃഷ്ടികളിൽ ഉത്തമനായ റസൂലുള്ളാഹിക്ക് ഇല്ലാത്ത പ്രത്യേകത മറച്ചു വെക്കുന്നതും പരസ്യമാക്കുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആല അറിയും. യഅലമു മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിൽ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും എന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ പ്രത്യേകത ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിന് മാത്രമുള്ള ഈ പ്രത്യേകത നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വകവെച്ചു കൊടുക്കുന്നു. ഏതുപോലെ ഈസാ നബി അലൈഹിസ്സലാം എന്തു പഠിപ്പിച്ചോ അതിന് നേർവിപരീതം ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കുകയും ത്രിയേകത്വമെന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പുതിയൊരു വിശ്വാസം കൊണ്ടുവരികയും ചെയ്തതുപോലെ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയതുപോലെ ജൂത സൃഷ്ടിയായ ഷിയാക്കളുടെ സ്വാധീനത്താൽ ഉണ്ടായി തീർന്ന നബിദിനാഘോഷം, അതവർ അഭിമാനത്തോടു കൂടി പറയും, ഞങ്ങളാണ് നബി. ഇന്ന് കേരളത്തില് ഒരു പ്രമുഖ പത്രം അതിന്റെ ഫസ്റ്റ് പേജിലും അതിന്റെ ലേഖന പേജിലും 2 ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. ആ 2 ചിത്രങ്ങളും ഇറാഖിൽ നിന്നുള്ളതാണ്. മുസ്ലിങ്ങളുടെ പെരുന്നാൾ വന്നാൽ നമ്മൾ കാബയുടെ ഫോട്ടോ കാണും. എന്നാൽ ഇല്ലാത്തൊരാഘോഷം വന്നപ്പോൾ കാബയെന്നൊരു ഫോട്ടോയും പുതുതായി കിട്ടാത്തത് കൊണ്ടാകാം ഇറാഖിൽ നിന്ന് ഒരു സ്ഥലത്ത് വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു. ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പെരുന്നാളിന്, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും നമുക്ക് പരിചയമുണ്ട്, പള്ളിയിലോ വീട്ടിലോ എവിടെയെങ്കിലും വിളക്ക് കത്തിച്ചു വെക്കുമോ? ഇല്ല. നമുക്കറിയാം അത് അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. അപ്പോൾ ചിന്തിക്കുന്നവർക്ക് പെട്ടെന്ന് ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. എന്തേ ഇസ്ലാം തേടി മക്കയും മദീനയും ഇല്ലാത്തത് കൊണ്ടല്ലേ ഇറാഖിലേക്ക് പോകേണ്ടി വന്നത് എന്നത് നമുക്ക് ബോധ്യമാകും. അപ്പോൾ എന്താണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്? ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വല്ലുൽമി വല്ലുഫി ശദീദി ഫസ്അദി. അതെ, നിങ്ങൾക്കറിയുന്നതായ ബുദ്ധിമുട്ട് നബിയേ, എനിക്ക് ബാധിച്ച ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങേക്കറിയാം. എന്താണോ എന്റെ ബുദ്ധിമുട്ട് അത് വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. പടച്ചോനെ, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്കതറിയാം. എനിക്ക് ബാധിച്ചിരിക്കുന്ന അക്രമങ്ങള്, അതേപോലെ തന്നെ എന്റെ ദുർബലതകൾ, ഫസ്അദീ, അതുകൊണ്ട് എന്നെ സഹായിക്കണമേ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയാണ്. യാ സയ്യിദസ് സാദാത്തി ജിഅ്തുക ഖാസിദ അർജൂ ഹിമാക വലാ തുഹയ്യബ് മഖ്സദി. അതെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, അങ്ങയുടെ സംരക്ഷണം അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നത്. എന്നെ സംരക്ഷിക്കണമേ. റബ്ബ് എന്ന വിശേഷണം പഠിപ്പിച്ചത് മഹാനായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇങ്ങനെ ഒട്ടേറെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിൽ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൈനീട്ടേണ്ട വിഷയങ്ങൾ അറബി ഭാഷയായതുകൊണ്ട് സമൂഹത്തിലെ പലർക്കും ഇതിന്റെ അർത്ഥം അറിയില്ല. പക്ഷേ സന്തോഷകരമായ കാര്യം, ഇത് ചൊല്ലുന്നവർ തന്നെ ഇതിന്റെ അർത്ഥം ഇറക്കിയിരിക്കുന്നു. അതോടുകൂടി മൗലൂദ് കിതാബ് വാങ്ങുക, അതിന്റെ അർത്ഥവും വായിച്ചാൽ അപ്പം മനസ്സിലാവും, പടച്ചോനെ ഇത് റസൂലുള്ളയോട് പറയേണ്ട കാര്യമല്ലല്ലോ എന്ന്. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ നമ്മുടെ സംരക്ഷണം നമ്മൾ പറയേണ്ടത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ ഞാനിതാ പ്രയാസപ്പെട്ടിരിക്കുന്നു, എന്റെ ബുദ്ധിമുട്ട് നീക്കിത്തരണമേ എന്ന് പറയേണ്ടത്? ഒരിക്കലുമല്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ എൻ്റെ ഫഖറിൽ നിന്ന്, അതേപോലെ തന്നെ എൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവല് തേടുന്നു എന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് റസൂലുള്ളയോട് സഹായം തേടുന്നു, സംരക്ഷണം ആവശ്യപ്പെടുന്നു. ഇർതകബതു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപങ്ങളാകുന്ന വാഹനത്തിലാണ് നബിയെ ഞങ്ങൾ സഞ്ചരിക്കുന്നത്, അതിനെക്കുറിച്ച് വാവലാതി ബോധിപ്പിക്കുന്നത് അങ്ങയോടാകുന്നു. അതേ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെയും വൈകുന്നേരവും പറയണം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനൗതു വഅബൂ ലക ബിനിഅമതിക അലയ്യ ഫഗ്ഫിർ ലീ ഇന്നഹു ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ നേതാവായി
റസൂലുള്ള പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്, നീയല്ലാതെ ആരാധ്യനില്ല, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്നോടുള്ള കരാറിലാണ്, നിന്നോടുള്ള വഅദിലാണ് റബ്ബേ, എൻ്റെ അടുത്തു പറ്റിയ അബദ്ധങ്ങൾ ഞാനിതാ സമ്മതിച്ചു തരുന്നു, എൻ്റെ അടുത്തു പറ്റിയ തെറ്റുകൾ ഞാനിതാ സമ്മതിച്ചു തരുന്നു, നീ എനിക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങളെ ഞാൻ സമ്മതിക്കുന്നു, എനിക്കൊരു കാര്യമുണ്ട്, ഫഗ്ഫിർലീ, അതുകൊണ്ട് എന്നോട് പൊറുക്കേണമേ, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്ന ആരുമില്ല. നേരെ മൗലൂദ്, അത് രാവിലെ ഈ ദിക്ർ ചൊല്ലിയാണ് മൗലൂദിൽ അങ്ങോട്ട് ചെന്നാൽ ഇർതകബതു അലൽ ഖത്താ വൈറഹസിൻ ബഅദത് ലക അഷ്കൂ ഫിഹി യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമനായ നബിയെ പാപങ്ങളെ കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്, ഞാനിതാ അവലാതി ബോധിപ്പിക്കുന്നു. ഈ റസൂലുള്ള പഠിപ്പിച്ച ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറും റസൂലുള്ളയുടെ പേരിൽ പിൽക്കാലത്തുണ്ടാക്കിയ ഇർതകബതു അലൽ ഖത്താ ഖുർആനിലുണ്ടോ? എല്ലാരും പറയില്ല. ഹദീസിലുണ്ടോ? എവിടെയുമില്ല. 4 മദ്ഹബിൻ ഇമാമിങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചോ? എവിടെയില്ല. മദ്ഹല്ലേ, ഒറ്റ മദ്ഹല്ലേ, പ്രശംസയല്ലേ? പ്രശംസയല്ല, നിന്ദിക്കലാണ്. നമ്മൾ അറിയുക, സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾക്കും ഇതറിയില്ല. നമ്മൾ അവരെ ചീത്ത പറയാൻ പാടില്ല, അവരെ പരിഹസിക്കാൻ പാടില്ല, അവർക്കറിയില്ല. അവർ ആദരവോടുകൂടി ബഹുമാനത്തോട് ചിലപ്പോൾ ദോഹസ്കാരം പോലും ഉപേക്ഷിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വെച്ചുകൊടുക്കുക. പടച്ചോനെ, മൗലൂദ് പോകുന്ന ആൾക്കാർക്കല്ലേ ഇത് വെച്ചുകൊടുത്താൽ കൂലി കിട്ടും. അതാണ് ബിദ്അത്തിന്റെ പ്രത്യേകത. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം കള്ളുകുടിയല്ല. കാരണം എന്താ? കള്ളു കുടിക്കുന്നവൻ അറിയത് തെറ്റാണ്. വ്യഭിചാരമല്ല, വ്യഭിചരിക്കുന്നവൻ അറിയത് തെറ്റാണ്. ഇതൊന്നും ഒഴിവാകണമെന്നവരൊക്കെ ചിന്തിക്കും. എന്നാൽ ബിദ്അത്തിന്റെ പ്രത്യേകത എന്താ? ബിദ്അത്ത് നല്ലതാണ്, ദീനിയാണ്, സ്വർഗത്തിൽ പോകുന്നതാണ് എന്നതാണ് ഇബ്ലീസ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും പുണ്യം കിട്ടുമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദലാല, അത് വഴികേടാണ്. നമസ്കാരമാകുന്ന വഴികേട്, നോമ്പാകുന്ന വഴികേട്, സ്വലാത്താകുന്ന വഴികേട്. നിസ്കാരം വഴികേടോ? ഒരിക്കലും അല്ലല്ലോ. നമസ്കാരം, 5 വക്ത് നമസ്കാരം സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. സുന്നത്ത് നമസ്കാരങ്ങളും രാത്രി നമസ്കാരവും സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. എന്നാൽ ഇല്ലാത്ത നമസ്കാരം, മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, റസൂലുള്ള വഫാത്തായി 1000 വർഷത്തിന് ശേഷം ജനിച്ച ആ മഹാന്റെ പേരിലുണ്ടാക്കിയ കുത്തുബിയത്തിന്റെ മുമ്പ് 12 റക്അത്ത് നിസ്കരിക്കണം. ആ നമസ്കാരം നരകത്തിലേക്കുള്ള മാർഗമാണ്. കാരണം അങ്ങനെ ഒരു നിസ്കാരം റസൂലുള്ള വഫാത്തായി 1000 കൊല്ലം വരെ ആർക്കും പരിചയമില്ല. പക്ഷെ ചെയ്യുന്ന ആളുകള് ആദരവോടുകൂടി യാ ശൈഖ് മുഹയ്യിദ്ദീൻ ഹാലിറു ഹാലിറു, ഈ മജ്ലിസിൽ ഹാലിറു എന്ന് പറഞ്ഞ് ഷിയാക്കളെ സന്തോഷിപ്പിച്ചുകൊണ്ട് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഹാജരാകും എന്ന് പറയുന്ന ആ ഒരു ആരാധനക്ക് മുമ്പ് 12 റക്അത്ത് നമസ്കാരം റസൂലുള്ള നിസ്കരിച്ചിട്ടില്ലാത്ത, സ്വഹാബികൾ നിസ്കരിച്ചിട്ടില്ലാത്ത, മുൻഗാമികൾക്ക് ആർക്കും പരിചയമില്ലാത്ത, നമ്മുടെ കായൽപട്ടണത്ത് ഉള്ള ഒരാൾ ഉണ്ടാക്കിയ തമിഴ്നാട്ടിലെ കായൽപട്ടണത്തുള്ള സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന പണ്ഡിതനാണ് അത് ഉണ്ടാക്കിയത്. അതിന്റെ മുമ്പിൽ തന്നെ എഴുതിയാൽ സദഖത്തുല്ലാഹിൽ കാഹിരിയുടെ വാക്കുകൾ എങ്ങനെ ഇസ്ലാമിൻ്റെതാകും സഹോദരങ്ങളെ? അദ്ദേഹം പറഞ്ഞൊരു നിസ്കാരം എങ്ങനെ ഇസ്ലാമിൻ്റെതാകും? നിസ്കരിച്ച് നരകത്ത് പോവുക. സ്വലാത്ത് ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. സ്വലാത്ത്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇല്ലാത്ത സ്വലാത്ത് ഉണ്ടാക്കുക. ഇപ്പൊ സ്വലാത്തിന്റെ കുറെ ഗ്രന്ഥങ്ങൾ കാണാം. അതിന്റെ മുമ്പിൽ കാണാം ഇത് കാമിലിയ സ്വലാത്ത്, ഇത് പിന്നെ ഇന്ന സ്വലാത്ത്, ആ നാരിയ സ്വലാത്ത്. ഈ നാരിയ സ്വലാത്തില്ല. നാരിയ സ്വലാത്തിന്റെ ഗ്രന്ഥം ഇങ്ങെടുക്കൂ, അതിന്റെ ഫസ്റ്റ് പേജ് മറിക്കൂ, അതിലുണ്ട് ഇത് ഏത് നൂറ്റാണ്ടിലാ ഉണ്ടായത്. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും അതില്ല. അതിന്റെ മുമ്പിൽ തന്നെയുണ്ട്. പിൽക്കാലത്തുണ്ടാക്കിയ ഒരു സ്വലാത്ത് നമുക്ക് വേണ്ട. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ കൈഫ നുസല്ലി എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ള ചൊല്ലിക്കൊടുത്ത സ്വലാത്ത് ഒരു ഉഷാറില്ല. അത് വേണ്ട, നാരിയ സ്വലാത്ത് വരട്ടെ. പുതിയ താജു സ്വലാത്ത് ഈ അടുത്ത് വന്ന് വേറെ സ്വലാത്താണ്. ഒരു പക്ഷേ മാണിയൂരിൽ നിന്നും അടുത്ത വർഷങ്ങളിൽ പുതിയൊരു സ്വലാത്ത് വരും. ആ സ്വലാത്തിനെ എതിർക്കുമ്പം ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ പറയും പണ്ടേയുള്ള ആൾക്കാരൊക്കെ മാണിയൂർ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടല്ലോ. ഇപ്പൊ CM സ്വലാത്ത് വന്നു, CMന്റെ പേരിൽ മൗലിദ് വന്നു. അതിനെ എതിർക്കുമ്പം പറയും പണ്ടേ. കാരണം കുട്ടികൾക്ക് ഇത് പണ്ടേക്കും നമുക്കറിയാം എപ്പണ്ടായതാണ്. അപ്പൊ ഓരോരുത്തർ അവരുടെ വക ദീനിലേക്ക് അറബി ഭാഷയിൽ എന്തുണ്ടാക്കിയാലും അത് ദീനാകുമോ? അത് ദീനാകില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം, ആ ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസം, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി.
എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് സമ്പൂർണമാക്കി. അത് മേലൊപ്പ് വെച്ച് കഴിഞ്ഞു. നിറഞ്ഞു നിൽക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒരു കല്ലിട്ടാൽ കുറച്ച് വെള്ളം പുറത്തു പോകും. ഇസ്ലാമിൽ ഇല്ലാത്തൊന്ന് ഇസ്ലാമിലേക്ക് ചേർത്താൽ ഉള്ള പുറത്തു പോകും. അതുകൊണ്ട് ഒന്നും നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതില്ല, ഉള്ളത് അതുപോലെ നിലനിർത്തുക എന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യമാണ്. ഞാൻ ഇത് പറയാൻ കാരണം, നമ്മുടെയൊക്കെ ബന്ധുക്കളുടെ വീടുകളിൽ ഇന്ന് മൗലൂദാണ്, നിങ്ങൾ വരുന്നില്ലേ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇന്ന് നബിനെ ആരാധിക്കുകയാണ്, ഇന്ന് നബിനെ പൂജിക്കുകയാണ്. നിങ്ങൾ പൂജയിലേക്ക് വരുന്നില്ലേ? നിങ്ങൾ വഴിപാടിലേക്ക് വരുന്നില്ലേ? അങ്ങനെ എല്ലാവരും വന്നു. അങ്ങനെ ഒരു തലയണക്ക് വെച്ചു. ആൾക്കാര് വെള്ളക്കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ ചൊല്ലുകയാണ്, ഇർത്തക്കബത്ത് ചൊല്ലുകയാണ്. അപ്പൊ ആൾക്കാർക്ക് ഇത് അർത്ഥം അറിയാത്ത ആൾക്കാർക്ക് കാര്യമായ എന്തോ പാർച്ചോനെ ലാനത്താണ് ഇറങ്ങുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്ന ഏർപ്പാടാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവർക്കും അതുകൊണ്ട് ഈ അടുത്തൊരു സ്ഥലത്ത് കണ്ടു, പിന്നെ ഓണാഘോഷം പ്രമാണിച്ച് നബിദിനം മാറ്റിവെച്ചിരിക്കുന്നു. നോക്ക്, ജീവിതത്തിൽ പെരുന്നാൾ മാറ്റിവെക്കും സഹോദരങ്ങളെ, പെരുന്നാൾ മാറ്റിവെക്കും. നമ്മൾ മഴ കൂടിയത് കൊണ്ട് ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പെരുന്നാൾ മറ്റന്നാളേക്ക് മാറ്റി. എന്ത് കോരിച്ചെരിയുന്ന മഴയാണെങ്കിലും പെരുന്നാളിന്റെ അന്ന് നടക്കും. അത് വലിയ പെരുന്നാളാകട്ടെ ചെറിയനാളാകട്ടെ, ഇത് ആഘോഷം തന്നെ മാറ്റി. പുതുതായി വന്നതുകൊണ്ട് ഉണ്ണി യേശു മാത്രം പോരാ, നമുക്ക് ഉണ്ണി മുഹമ്മദും വേണം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കാണുന്നു. റസൂലുള്ളാഹിയുടെ എന്ന് പറഞ്ഞൊരു കോലം കെട്ടിയ റസൂലുള്ളാഹിയുടെ ഫോട്ടോ വെച്ചാൽ അംഗീകരിക്കാത്തവരാ മുസ്ലിം. ലോകത്തുള്ള ഒരു കുട്ടിയെയും റസൂലുള്ളാഹിയുടെ പകരം കൊണ്ടുവരാൻ പാടില്ല. ഇസ്ലാമിനെ അവമതിക്കുകയാണ് സഹോദരങ്ങളെ, ഇസ്ലാമിനെ പരിഹസിക്കുകയാണ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുകയാണ്. അള്ളാഹു സമുദായത്തിന് അറിവ് നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ. ഇതിനെക്കുറിച്ച് ആരും എതിർത്തില്ല, എന്താ സംഭവിക്കുക? ഞങ്ങൾ ഇതിനെ എതിർത്തിട്ടല്ലേ പ്രശ്നം? ആരും എതിർത്തില്ലെങ്കിലും ആ ഒഴുക്കിൽ എല്ലാവരും പോകും. ഒഴുക്കിനെതിരെ ആരെങ്കിലും അങ്ങനെയുണ്ടല്ലേ, അതിന്റെ അർത്ഥം പഠിക്കണ്ടല്ലോ, അത് ശരിയാണല്ലോ, നബിദിനത്തിന്റെ സുന്നത്തുകൾ ഞാൻ എവിടെ നോക്കിയിട്ടും കിട്ടിയില്ലല്ലോ എന്ന് ആളുകൾ ചിന്തിക്കണമെങ്കിൽ അതിന്റെ യഥാർത്ഥ വശം. അതുകൊണ്ടാണ് ഈ ബിദ്അത്ത് വന്ന അന്നു മുതൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇതിന്റെ യഥാർത്ഥ വശം സമൂഹത്തിന് മദീന പള്ളിയുടെ മിമ്പർ ഈ കഴിഞ്ഞ വർഷവും ഉപയോഗിച്ചു. ഇല്ല സഹോദരങ്ങളെ, ഇവിടെയാണ് റസൂലുള്ള ജനിച്ചത്, ഈ ഇപ്പുറത്താണ് റസൂലുള്ള വഫാത്തായി കിടക്കുന്നത്, ഈ റസൂലുള്ള ഇങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ആ റസൂലുള്ളാഹിക്ക് ശേഷം ഇവിടെ ഇമാം നിന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. ആ ഖിലാഫത്തിൽ ഉണ്ടോ? ഇല്ല, എവിടെയും നബിദിനാഘോഷമില്ല എന്ന് മദീന മിമ്പറിൽ നിന്ന് സമൂഹത്തെ പഠിപ്പിക്കേണ്ടി വന്നത് ഇല്ലാത്തത് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഇഷ്ടമല്ല, നമ്മുടെ ബുദ്ധിയും യുക്തിയുമല്ല വിശുദ്ധ ഖുർആനിലും തിരു ഹദീസിലും ഉണ്ടോ, അത് മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്നോ എന്നതാണ് അടിസ്ഥാനം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് നീങ്ങാനും ഇല്ലാത്തതൊന്നും ചെയ്യാതെ ഉള്ളത് തന്നെ ധാരാളം ചെയ്യാനുണ്ട്, അമലുകൾ വർദ്ധിപ്പിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.